ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. കരുവ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട യൂനുസ് കുഞ്ഞ് ഫാത്തിമ ദമ്പതികളുടെ നാലാമത്തെ മകനായി 10-5-1975 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസ ശേഷം ആദരണീയരായ CK ഉസ്താദിൻ്റെ ദർസിൽ പഠനം ആരംഭിച്ചു. ശേഷം ഉസ്താദിൻ്റെ അനുവാദത്തോടെ മന്നാനിയയിൽ ബഹുമാനപ്പെട്ട പാനായുകുളം അബ്ദുറഹ്മാൻ ഹസ്രത്ത് ഉൾപ്പെടെ പല മഹാന്മാരിൽ നിന്നും അറിവ് സമ്പാദിച്ചു. 2 വർഷത്തെ പഠനശേഷം ചവറ എന്നെ അബൂബക്കർ ഉസ്താദിൻ്റെ ദർസിൽ പഠനം തുടങ്ങുകയും അതോടൊപ്പം കാവനാട് മുസ്ലിം ജമാഅത്തിൽ 5 വർഷക്കാലം ഇമാമായി സേവനം ചെയ്യുകയും ചെയ്തു. നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കെ ഉൾവിളി എന്നോണം മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറിൽ പോയി നിരന്തരമായ ദിക്റിലൂടെ മാസങ്ങളോളം കഴിച്ചുകൂട്ടി. അവിടുന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം 20 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബർ മരങ്ങളെ കൊണ്ട് ഇരുൾ അടഞ്ഞ പെരും കാട് എന്ന് വിശേഷിപ്പിക്കാൻ പര്യാപ്തമായിരുന്ന ഈ പ്രദേശത്ത് കടന്നു വരികയും നിരന്തരമായ പ്രയത്നം കൊണ്ട് ഏർവാടി ശുഹദാക്കളുടെ മദദിനാൽ ജനങ്ങളെ ആത്മീയതയിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയും ചെയ്തു. അന്നു മുതൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള പ്രവർത്തന രീതി വിലയിരുത്തുമ്പോൾ നാം കാണുന്ന ഹിദായത്തുൽ ഇസ്ലാം മദ്രസ, ഖുർആൻ അക്കാദമി, എർബദിയ ശരീഅത്ത് കോളേജ് തുടങ്ങി 8ഓളം സ്ഥാപനങ്ങൾ ഉസ്താദിൻ്റെ അധീനതയിൽ ഭംഗിയായി നടന്നുവരുന്നു. ഇതിനെല്ലാം പിൻബലം നൽകുന്നത് മാസാമാസം ആയിരങ്ങൾ തടിച്ചുകൂടുന്ന സ്വലാത്ത് മജ്ലിസാണ്. സമൂഹത്തിൽ കഴിവുറ്റ ഹാഫിളുകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം, നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഖിറാഅത്ത് പരിശീലനം, വിദേശ പണ്ഡിതന്മാരുടെ ഖിറാഅത്തുകൾ പരിചയിക്കാനുള്ള അവസരങ്ങൾ, എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ, ഇത്തരം പുതുമയോടെയാണ് പെരിങ്ങാട് മുസ്ലിം ജമാഅത്ത് ഖുർആൻ ഹൈടെക് ബിൽഡിംഗ് സമർപ്പിക്കുന്നത്. ഒരു വീട്ടിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുടുംബത്തിലുള്ള 10 പേരെ സ്വർഗത്തിലേക്ക് റെക്കമെൻഡേഷൻ നടത്താമെന്നതാണ് മഹത്വചനം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. Prophet Muhammad Nabi sallallahu alaihi wasallam told that the most eminent person among you is who study and teach the Holy Quran. മറ്റൊരു ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. You read the Holy Quran frequently because the Quran will definitely reach as a recommended at the Qiyamah day to those who read Quran frequently. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ നിശ്ചയം ഖുർആൻ തന്നെ ശുപാർശയ്ക്ക് എത്തും എന്നാണ് പ്രവാചക വചനം. The prolonged ambition of respected Imam Abu Muhammad Idris Shafi Peringad Ustad to construct a new moderate high-tech building with all modern facilities at the Peringad Masjid compound is going to fulfill in the presence of most respected Sayyid Shihabuddin Al-Ahd Al-Muttannur, Shaykhuna KP Abubakar Hadrat, ജനാബ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി ആൻ അൽ ഉസ്താദ് ഏറൂർ ഷംസുദ്ദീൻ മദനി അൽ ചിശ്തി. All are heartily welcomed and invited to the function.
مرحبا أهلا وسهلا إلى افتتاح مدرسة لتحفيظ القرآن الكريم، وقد يقوم بافتتاحه الشيخ أبو بكر حضرت من كبار علماء كيرلا وأمين العام دكشن كيرلا جمعية العلماء، والشيخ شمس الدين مدني الجشتي، الشيخ طريور محمد كنج مولوي، وفضيلة السيد الشريف العلامة الشيخ شهاب الدين الأهد المتنور. نرحبكم إلى هذه الافتتاح الجيدة لمدرسة تحفيظ القرآن الكريم تحت إشراف الكلية الإربدية تحت رعاية الشيخ أبو محمد إدريس الشافعي. وأهلا بكم وشكرا. മഹാനായ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹ്ദൽ മുത്തന്നൂർ തങ്ങളും മഹാനായ KP അബൂബക്കർ ഹദറത്തും മഹാനായ ശംസുദ്ദീൻ മദനി അൽ ജിഷ്തിയും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയും ചേർന്നുകൊണ്ട് മഹത്തായ ഹിഫ്ളുൽ ഖുർആൻ ഹൈടെക് ബിൽഡിംഗ് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.